ആരുമില്ലെങ്കിലും അങ്ങെനിക്കെല്ലാമെല്ലാം. ഭീതിയില്ല, ദൂതനുണ്ട് എന്നെ സൂക്ഷിപ്പാൻ. ഒന്നുമില്ലെങ്കിലും എനിക്കങ്ങേകുമെല്ലാമെല്ലാം. എന്നുള്ളിൽ ആശ്വാസം നിന്റെ സാന്നിധ്യം. സുഭാഷിതം. യെശയ്യാപ്രവചനം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അന്നാളിൽ ഇസ്രയേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രയേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. And it shall come to pass in that day that the remnant of Israel and such as have escaped of the house of Jacob will never again depend on him who defeated them, but will depend on the Lord, the Holy One of Israel, in truth. ഇസ്രായേൽ ജനതയുടെ ഒരു വലിയ ചരിത്രം ഈ വാക്യത്തിൽ ദർശിക്കുവാൻ കഴിയും. യഹോവയെ ഉപേക്ഷിച്ച് ദൈവഭക്തിയിൽ നിന്നും അധാർമികതയിലേക്കും വിഗ്രഹ സേവയിലേക്കും വഴുതി വീണ ജനതയെ ഉദ്ധരിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം പ്രവാചകന്മാരെ അയച്ചത്. യെശയ്യാപ്രവചനത്തിന്റെ ആദ്യത്തെ 39 അധ്യായങ്ങളിൽ ജനങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം നൽകുന്നു. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ മനസ്സില്ലാതെ ജീവിക്കുന്ന ജനങ്ങൾക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ഈ അധ്യായങ്ങളിൽ കാണുവാൻ കഴിയും. അക്കാലത്തെ വലിയ ശത്രുരാജ്യം അസീറിയയായിരുന്നു. യെശയ്യാവിന്റെ 10-ാം അധ്യായത്തിലും യഹൂദയുടെയും അസീറിയയുടെയും വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദയെ അസീറിയ കീഴ്പ്പെടുത്തുന്ന നാളിലും ഇസ്രായേലിയരുടെ ഒരു ശേഷിപ്പ് നിലനിൽക്കും എന്നാണ് 20-ാം വാക്യത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചതുമാകുന്നു. എന്നാൽ ഈ വാക്യത്തിൽ നിന്ന് ഇക്കാലത്ത് ജീവിക്കുന്ന നമുക്ക് എന്താണ് സന്ദേശം നൽകുന്നത്? ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കാത്ത ജനത്തെയാണ് ശത്രു കീഴ്പ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ പ്രമാണത്തിൽ നിലനിന്നാൽ ശത്രുവിന് നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. അവിടെ പറഞ്ഞിരിക്കുന്നു, രക്ഷിതഗണം തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. പരിശുദ്ധനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയാണ് അവിടെ രക്ഷിതഗണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ശേഷിപ്പാണ് മടങ്ങി വരുന്നത്. യഹോവയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ജീവിതങ്ങളെ ശത്രുവിന്റെ പിടിയിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം സർവശക്തനാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ശത്രുക്കൾ നമുക്കെതിരായി യുദ്ധത്തിന് വന്നെന്നിരിക്കാം. നാം അവനെ അടിമപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. എന്നാൽ പൂർണ്ണമായി കർത്താവിനെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവർ ഒരു ശേഷിപ്പായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളും. നമുക്കെതിരായി എഴുന്നേൽക്കുന്ന ശത്രു ആരാണെന്ന് പൗലോസ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എഫേസ്യർ 6:12 പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. പിശാചാണ് പല തന്ത്രങ്ങളുമായി നമ്മുടെ മനസ്സിൽ യുദ്ധം പ്രഖ്യാപിച്ച് നമ്മെ പരാജയപ്പെടുത്തുവാൻ കടന്നു വരുന്നത്. അവനെ ജയിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, പിശാചിനെ ജയിച്ച യേശു കർത്താവിൽ വിശ്വസിക്കുക. യേശുവിനെ നാം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സകല യുദ്ധങ്ങളെയും അതിജീവിക്കുവാൻ യേശു നമ്മെ സഹായിക്കുന്നു. നമുക്കൊരു രക്ഷകനുണ്ട്. ആ രക്ഷിത ഗണമാണ് യേശുവിനോടൊപ്പം നിത്യരാജ്യത്തിൽ എത്തുന്നത്. ആകയാൽ യേശുവിൽ വിശ്വസിക്കാം. ശത്രുവിനോട് നമുക്ക് യുദ്ധം ചെയ്യാം. വിജയം നിശ്ചയം തന്നെ. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുമില്ലെങ്കിലും എനിക്കങ്ങേകുമെല്ലാമെല്ലാം. എന്നുള്ളിൽ ആശ്വാസം നിന്റെ സാന്നിധ്യം. എന്നുള്ളിൽ ആശ്വാസം നിന്റെ സാന്നിധ്യം.